ആരും പെട്ടെന്ന് നമ്മളൊരു കുളത്തിലൂടെ ഇപ്പോൾ കുളിക്കാൻ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ഥിരം പൊക്കോണ്ടുന്ന കുളം തന്നെയാണ്. ഇപ്പോൾ കുറച്ച് അമീബയും സീനൊക്കെ ആയിട്ട് പോകാത്തതാണ്. ഇപ്പോൾ ചേട്ടാ ആർമിയിൽ നിന്ന് ലീവിൽ വന്നുകൊണ്ട് നമ്മൾ 3 ഇടം അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ അനിയനും ടീമൊക്കെ നേരത്തെ അവിടെ പോയിട്ടുണ്ട്. കുളത്തിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒട്ടും അറിയാൻ വയ്യ. ഇതേപോലത്തെ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഇറങ്ങിയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി. എല്ലാം വലിച്ചെടുക്കണം. 1 2 3 അയ്യോ കമോൺ ഗൈസ്, നേരെ ഇനി സ്പോട്ടിലോട്ടാണ് പോകുന്നത്. വീഡിയോ ഓണാണെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു പാക്കത്തിൽ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. ഇത് വെള്ളത്തിൽ ഇറങ്ങേണ്ട ഹൈടെക് ഗാഡ്ജറ്റ്സ് ഒന്നുമല്ല. 2 തോർത്തും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് കാണിച്ചു തരാം. ഓ ഡേയ് കുളം നശിച്ചറേ എല്ലാ ടീച്ചറേ കുളം മറ്റേ കളർ കിടില വരുന്നത്. നമ്മളെ ഹിഡൻ സ്പോട്ടായിരുന്നു. നമ്മൾ MC റോഡിൻ്റെ സൈഡിലുള്ള സായാലും ട്രാവൽ വ്ളോഗിൻ്റെ എത്തിക്സ് വെച്ച് ഹിഡൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടാറുള്ളൂ. പക്ഷേ എല്ലാ വീണ് മൊത്തം നശിച്ചെങ്കിലും കളർ കാണിക്കാം. പാടാ വണ്ടി രാഘവലെടുത്തല്ലേ. ഇതാണ് സ്പോട്ട്, ഇതാണ് വെള്ളത്തിലെ കളറൊക്കെ. പക്ഷേ ഇതാണ് ഹിഡൻ സ്പോട്ട്. ഇതിനൊക്കെ ഇറങ്ങണ്ടാവുള്ളൂ. പണ്ട് എന്റെ ഫോണും കൊണ്ട് എന്റെ ഫോണും പോയി എല്ലാ പ്രശ്നവും പോയല്ലേ. അന്ന് വാട്ടർ പ്രൂഫ് 10ാം ക്ലാസ് അതെന്തായിരുന്നു ആഗോലിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇയാളോ നമുക്ക് വന്ന് റോഡ് സൈഡിലുള്ള സാധനം നമ്മളെ ഹിഡൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇടുക. അതാണ് ട്രാവൽ ബ്ലോഗിന്റെ നിയമം. ഈ ഒരു കുളത്തിന് ആഴമൊക്കെ ഉണ്ട്, വലിയ ആഴങ്ങളും കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ വന്നതിൽ എല്ലാവർക്കും നീന്താനൊക്കെ അറിയാം. ഒരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം നീന്താനൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾ ചില റീലൊക്കെ കണ്ടാണ് ചില ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാടുന്നേക്കുക. അവർ ചാടിയിട്ട് നീന്തി പോകുന്ന കണ്ടാൽ അറിയാം അവർ പക്കാ പ്രൊഫഷണലാണ്, നല്ല പരിചയം ഉണ്ടെന്ന്. അതിലൊക്കെ ചില പൊട്ടന്മാരിന്ന് കമൻറ്റൊക്കെ ഇടും കഴപ്പാണ് കോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുളത്തിൽ കുളിക്കാൻ പോയാലും കപ്പിലേക്ക് കോരി കുളിക്കുന്നവന്മാർക്ക് അതൊരു കഴപ്പായിട്ട് തന്നെ തോന്നും. കഴിവുള്ളവന്മാർ അങ്ങനെ പല കാര്യങ്ങളും കാണിക്കും. അതിൽ കഴിവേറിയവന്മാർ വന്ന് കമൻറ്റ് ഇട്ടിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പിന്നെ നീന്തറിയാതെ കുളത്തിൽ കഴിഞ്ഞാൽ ഏതെങ്കിലും മൂരയ്ക്ക് പടമായിട്ടൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ആവശ്യമില്ലാത്ത കഴപ്പൊന്നും കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നാൾ ജീവിക്കാം. ഇതേപോലെ സ്ഥലങ്ങളിൽ പോകാനും പറ്റും. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോകുന്നത് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കയറിയാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു പോയിന്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് വാമനടുത്ത് കുളുമാത്തുള്ള സ്ഥലത്താണ്. ഇപ്പോൾ അമീബയുടെ പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മാക്സിമം അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോകാതിരിക്കുന്നതിൽ നല്ല വ്യക്തികൾ കുളത്തിൽ മാത്രം ഇറങ്ങുക. ഇതിപ്പോൾ ഒരു വില്ലേജ് ഏരിയയാണ്. പിന്നെ നമ്മൾ കുളിക്കാനൊക്കെ വന്ന് ഹെൽമെറ്റൊക്കെ വയ്ക്കാൻ ദിവസമൊക്കെ അടിച്ചിരുന്നത്. വീട്ടിൻ്റെ അടുത്തൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും പോകുന്നത്. അതിന് വേണമെങ്കിൽ ഞാൻ ഒരു ഹെൽമെറ്റിൻ്റെ വാണിംഗ് സൈഡിൽ അവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ഈ കാണുന്നതിൻ്റെ അനിയത്തെ കൂട്ടുകാരൊക്കെയാണ്. ഇവന്മാർ ഇവിടെ ആദ്യം വന്നിട്ട് ഈ ഒരു കുളത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. പിന്നെ വന്ന സ്ഥിതിക്കാണ് കുളത്തിൽ ഇറങ്ങിയത്. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. ഇതുപോലത്തെ പുതിയൊരു വീഡിയോ കാണുന്നതിന് ബൈ. ചാനൽ ആൾക്കാർ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടേക്ക്. ദാറ്റ്സ് ഇറ്റ്.